ഫിഷിംഗ് ബ്രദേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഏറ് ചൂണ്ടയാണ്. ഞങ്ങൾ ഇപ്പോൾ കറക്റ്റ് സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ കൊയിലാണ്ടി കാപ്പാട് ബീച്ചിൻ്റെ അടുത്തായിട്ട് തുറമുഖം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണുള്ളത്. അപ്പോൾ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ എന്താ പറയുക, രണ്ടാം തവണയാണ് ഇപ്പോൾ ഇവിടുന്ന് ഫിഷിങ്ങിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് തവണ നമുക്ക് ഇവിടുന്ന് ചെമ്പല്ലി അതുപോലെ തന്നെ ഹമൂറിനൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടാകും. കൂടാതെ തന്നെ ഒരു മഡ് ക്രാബിനൊക്കെ നല്ല രീതിയിൽ നല്ല സൈസുള്ള മഡ് ക്രാബിനൊക്കെ നമ്മൾ ഇവിടുന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ചെമ്പല്ലി, ഹമൂർ, പിന്നെ അതുപോലെ തന്നെ ഏട്ട അതൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കരിമീൻ, രണ്ട് രീതിയിലാണെന്ന് ഏറ് ചൂണ്ട അതുപോലെ തന്നെ ഒരു കൈച്ചൂണ്ടയായിട്ട് നമ്മളിവിടെ പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്താ കിട്ടുക എന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇവിടുന്ന് വലിയൊരു മഡ് ക്രാബിനെ പിടിച്ച വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലുണ്ട്. ചാനൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതും കിട്ടും. ഇപ്പോൾ നമ്മൾ ഈ ഒരു കയറ് കാണുന്നുണ്ടല്ലോ, അത് നമ്മളിട്ടുള്ള വേറൊരു ടീം വേറൊരാൾ വന്നിട്ടതാണ്. ഇതിന് അങ്ങോട്ട് ഒരു ചെറിയൊരു കൂട് പോലെ വെച്ചിട്ട് ഞണ്ടിനെ പിടിക്കാനുള്ളൊരു കെണി പോലെയാണത് സെറ്റ് ചെയ്തത്. അതിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ഇത് അവിടെയൊക്കെ നല്ല രീതിയിൽ ചെറിയ കൂട് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. മഡ്ക്രാബിനെ പിടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളിന്ന് ഏറ് ചൂണ്ട അതുപോലെ തന്നെ കൈച്ചൂണ്ടയാണ് നമ്മളിവിടെ പ്രയോഗിക്കുന്നത്. അപ്പോൾ ഞാനും ഒച്ചയുള്ളത് ഇപ്പുറമുള്ള ചെക്കെന്ന് വെച്ചാൽ ഇവിടെ അടുത്തുള്ള നമ്മൾ സ്ഥിരം വരുന്ന ടൈമിലൂടെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ആദ്യം ഫസ്റ്റ് കരിമീനിന് വേണ്ടിയിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. മൈദപ്പൊടി അതുപോലെ തന്നെ ചെറിയ ഹുക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് കരിമീനെ പിടിക്കാൻ നോക്കുന്നത്. നോക്കാം നമുക്ക് എന്താ കിട്ടുമെന്ന്. അച്ചപ്പുറമുള്ളത് അവിടെ നിന്ന് വേറെ ചൂണ്ടിട്ടാണ്. അപ്പം കുറച്ച് ലോങ്ങിലേക്ക് നിന്നാണ് ഇവിടെ ഈ ഞണ്ടിൻ്റെ ഈ കൂടുതലുള്ളതിനെ കൊണ്ട് ഈ കയറിനൊക്കെ കുടുങ്ങുകയാണ്. ചൂണ്ടൽ അതുപോലെ തന്നെ നെയ്യക്കട്ടയൊക്കെ പോവുകയാണ്. കുറച്ച് അങ്ങോട്ട് നമുക്ക് എന്താ പറയുക, കരിമീനെ പിടിക്കാൻ നിൽക്കാം. അച്ചോടെ ഏറ് ചൂണ്ട ഇടുന്നുണ്ട്. അപ്പോൾ മീൻ കിട്ടുന്നതനുസരിച്ച് വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഹലോ ഗൈസ്, നമ്മളിപ്പം നേരത്തെ നിന്നോടത്ത് കുറച്ച് ഇങ്ങോട്ട് വന്നതാണ്. വെച്ചാൽ നല്ല വെയിലാണ്. ആ ഒരു സ്ഥലത്താണ് നമ്മൾ നേരത്തെ വന്ന് നിന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെയും കുറച്ച് ചൂണ്ടലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് രണ്ട് കരിമീനും അതുപോലെ തന്നെ ഒരു ചെമ്പല്ലീനെ കിട്ടിയിട്ടുണ്ട്. അതിനൊന്ന് കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് ഒരു വലയിലിട്ട് വെച്ചതാണ്. ഇതാണ് ചെമ്പല്ലിയൊക്കെ ഒരു മീഡിയം സാധനമാണ്. അതുപോലെ തന്നെ കരിമീൻ വലിയ വലിപ്പമൊന്നുമില്ലാത്ത സാധനമാണ്. നമുക്ക് അപ്പുറത്തു നിന്നാണ് കിട്ടിയത്. നമ്മൾ ആദ്യം നിന്ന സ്ഥലത്തു നിന്നാണ് കിട്ടിയത്. നമുക്ക് വീഡിയോ എടുക്കാനായില്ല. ഇപ്പോൾ വേറൊരു സാധനം കൂടി കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ പിന്നെ അച്ചുവിടെ നിന്നൊരു ഇത് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ഒന്നുമല്ല, ഒരു കക്ക വെറുക്കുകയാണ്. ആനക്കക്കയാണ്. വെച്ചാൽ നല്ല സൈസുള്ള കക്കയാണ്. നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ നമ്മളെ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ആനക്കക്കുള്ളൊരു സ്ഥലം കണ്ടിക്കെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ആനക്കക്ക എടുക്കാമെന്നുള്ളൊരു രീതിയിൽ കൂടിയാണ് നമ്മൾ വന്നത്. നമ്മൾ വന്ന ടൈമിൽ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കിട്ടില്ല വിചാരിച്ചു. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചെറിയ രീതിയിലൊക്കെ നമുക്ക് തപ്പി പിടിക്കാനാകുന്നുണ്ട്. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് അതിന് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമുക്കൊന്ന് പോയി നോക്കാം എന്താ സ്ഥിതി എന്നുള്ളത്. കിട്ടിയോ? ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ആനക്കക്കനെ പിടിക്കുന്നത്. വെച്ചാൽ കുറച്ച് റിസ്ക്കാണ് ഇതിനെ സ്പോട്ട് ചെയ്യാനൊക്കെ. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ വെള്ളം കയറി. അപ്പോൾ കുറച്ച് അച്ചു ഇത് അവിടെ പിടിച്ച് വെച്ചിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം. നല്ല വലിപ്പമുണ്ട്. ഇതിലും വലിപ്പമുള്ള സാധനത്തിന് നമ്മൾ കഴിഞ്ഞാലൊക്കെ നമുക്ക് കിട്ടിയത്. ഇതിനെ സ്പോട്ട് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു മേൽഭാഗമുണ്ട്. ഈ മേൽഭാഗം ചെറിയൊരു ഭാഗമായിട്ട് നമുക്ക് എന്താ പറയുക, മേലെ ഇങ്ങനെ പൊന്തി കിടക്കുന്ന കാണാൻ പറ്റും. ഒരു എന്താ വേര് പോലെയൊക്കെ. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് തോണ്ടി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് തന്നെയാണെന്നുള്ളത്. അങ്ങനെയാണ് നമുക്കും ഇതിനെ സ്പോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത് റിസ്ക്കാണ്, കലക്ക് വെള്ളമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എന്നിങ്ങനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ രണ്ടോ ചൂണ്ടലിട്ട് വെച്ചിട്ട് അതൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് പോയി ചെക്ക് ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ മഴയൊക്കെ പ്രതീക്ഷിച്ച് വന്നിട്ട് നല്ല വെയിലൊക്കെ നമുക്ക് കിട്ടിയത്. അപ്പം കുറച്ചുകൂടി കഴിയുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അതങ്ങനെ ഈ കാണുന്ന പോലെ അതിൻ്റെ ഉള്ളിൽ കാണുന്നില്ല. തപ്പുമ്പോൾ കൈ തടയും. തുമ്പ് കൈ തട്ടിയ രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ പോയാൽ കിട്ടിയല്ലേ, വെള്ളം കയറിപ്പിറ്റാ. കാണാത്തോണ്ട് എങ്ങനെ നിൽക്കുന്നതെന്ന് അറിയാലോ, അത് എടുക്കാൻ പറ്റും.
ഇങ്ങനെ സ്ഥലത്തൊക്കെ വരുമ്പോൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും പാമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കണം. ഒന്നുമില്ലാന്ന് വിചാരിക്കുന്നു. നമുക്ക് അറിയുന്ന സ്പോട്ടാണ്. ചളിവെള്ളത്തിൽ തപ്പിയെടുക്കുക കിട്ടിയോ ഉണ്ടോ? എന്തോ സാധനം തടഞ്ഞു നോക്കുക നമ്മൾ. അതിനെയായിരിക്കും വിചാരിക്കുക. ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ചിലപ്പം കല്ലായിരിക്കും, ചിലപ്പോൾ ഈ കക്കയായിരിക്കും. എന്താ കല്ലെന്ത് സാധനമാണ്? ഇതൊന്ന് കാണും. എന്താ പറയുക, നമുക്ക് ഒന്ന് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയുള്ള രീതിയിലല്ല ഉള്ളത്. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉറപ്പായിട്ടും കാണിക്കുന്നതാണ്. കരിമീൻ കിട്ടി. ഒരു നോർമൽ സാധനമാണ്. ഓക്കെ, അതേ പരലിനിടുന്ന പോലെ ഇങ്ങനെ പിടിക്കാൻ പിടിക്കാൻ. ചെറിയ കൊത്തുണ്ടല്ലേ? ഇതോ ചെറിയതാണ് കൊത്തി കളിക്കുന്നത്. നല്ല സൈസുള്ള ഒരു കരിമീൻ നമ്മൾ പിടിച്ച് ചെയ്താ ഇതിൻ്റെ അകത്ത് ഈ വേണിക്ക് ഒന്ന് കാണിച്ചില്ല. ചാടി പോകുമെന്നുള്ളതൊന്നും അറിയില്ല. നോക്കുക കിട്ടുമോ. അവിടെ പോയി 2 കൈ കൊണ്ട് പിടിച്ചോ. അവിടെ ലോക്കായി കളി. പറക്കുക. അവിടെ ഉണ്ടോ? കിട്ടിയോ? നോക്കണേ, വെള്ളത്തിലേക്ക് കയറി. ഇങ്ങോട്ടൊന്ന് കാണിക്ക്. സൈസ് ഉണ്ടല്ലേ? ഞങ്ങൾ ഈ ഫിഷിങ് നിർത്തുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ മീനും ഒക്കെ ഒന്ന് കാണിച്ചു തരാം. കാണിച്ചോ? ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞ് കാണിച്ചു തരാം. വലിയതൊന്നുമില്ല, എന്നാലും ചെമ്പല്ലി കരിമീനൊക്കെയാണ്. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. 2 ചെമ്പല്ലി, അതുപോലെ തന്നെ കരിമീൻ, കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉപ്പരം തന്നെ നമുക്ക് ആനക്കക്കേനെ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു തരാം. ഇന്നത്തെ ഫിഷിങ് ഇതാണ്. നല്ല രീതിയിൽ നല്ല സൈസുള്ള ആനക്കക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം വേറെ മറ്റൊരു വീഡിയോയിൽ കാണാം.